അതുകൊണ്ട് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പു മാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ, കേഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈ ഒരു വർഷക്കാലം നമ്മുടെ കരുതലോടെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമ്മൾ നന്ദി പറയാം. സ്നേഹസമ്പന്നനായ ഈശോയെ, ഈ കുഞ്ഞുമകളുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടി തന്നാനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ നന്മകളും നൽകി, നല്ല അനുഭവങ്ങളും നൽകി, ഇവിടെ ഈ സമയം വരെയും പകർത്തിയ ഇതിൻ്റെ വലിയ നന്മയ്ക്കുവേണ്ടി ഞങ്ങൾ ഒപ്പെടുന്നു. ഈശോയെ, ഒരു ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുക്കളെയും ഈ ദിവസം ഞങ്ങൾ ഓർക്കുകയും അനുമോദിക്കുകയും ഈ മകൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, പരിശുദ്ധമേ കൂട്ടായിരിക്കണമേ. നമ്മുടെ മാതാപിതാക്കളെ, പൂർവികരായ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, കാരണം തലമുറകളെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകുന്നത് വലിയ സമ്പത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. രക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പലവിധത്തിലും തലങ്ങളിലും തലമുറകളായി ലോകത്തിലും പാപത്തിലും പലതരം ബന്ധനങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളായി ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെ പ്രതിയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള അന്ധവിശ്വാസം, കൊലപാതകം, ഭ്രൂണഹത്യ, വ്യഭിചാരം, മറ്റ് ജൈവിക പാപങ്ങൾ, കലഹങ്ങൾ, വസ്തുവകൾ, വീതം വയ്ക്കുന്നതിനുണ്ടായ വഴക്കുകൾ, നീതികേടുകൾ, അതിർത്തി തർക്കങ്ങൾ, അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ, ചെയ്ത പാപങ്ങൾ, ഇവയെല്ലാത്തിനും പ്രതി ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പൂർവികരും തലമുറകളായി അങ്ങയെ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അങ്ങനെ നാം പ്രമാണത്തെ അടഞ്ഞു മറിയാതെ നിന്ദിച്ച് ജീവിച്ച ഓരോ തലമുറയ്ക്കും വേണ്ടി പൂർണ്ണമായ മനസ്താപത്തോടെ ഞങ്ങൾ അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ പൂർവികരും കുടുംബാംഗങ്ങളും ഈ തെറ്റുകൾക്കും മറ്റ് പാപങ്ങൾക്കും വേണ്ടി മനസ്സുവയ്ക്കാതെ മരിക്കുവാനിടയായത് മൂലം ഇന്നും അങ്ങയെ തിരുമുഖം കാണാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ, അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ, സ്വസ്ഥമാക്കണമേ. ശിക്ഷിക്കല്ലേ, ഞങ്ങളുടെ തെറ്റുകൾ ഇളച്ചു തരണമേ, രക്ഷിക്കണമേ. എല്ലാവിധ ബന്ധനത്തിന്റെ കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ. അങ്ങയുടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണമേ. ഈ നിമിഷം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഓരോരുത്തരെയും ദിവ്യ പ്രകാശത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു, സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും ഇടയാക്കണമേ. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകൾ ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിക്കാനുള്ള വരുന്നത് അങ്ങയുടെ വിശ്വങ്ങളോടൊപ്പം വഴി എല്ലാ ശാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് നേടുന്ന സ്വാതന്ത്ര്യവും വിജയവും ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. അങ്ങ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മേ, കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവേ, അവിടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ വീടുകാരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി തിരികെ മകളെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇനി ആഹാരം കഴിക്കാനുള്ള വഴികളൊക്കെ നോക്കുക.